നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പലരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു വിഷയമാണ്. കാര്യം ഭൂമിതരം മാറ്റം വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നത് ലക്ഷക്കണക്കിനാണ്. അവർക്ക് സഹായവുമായിട്ടാണ് ഗവൺമെൻറ് പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം 6 അപേക്ഷ സബ്മിറ്റ് ചെയ്തവർക്ക് 25 സെൻറ്റിൽ താഴെ ഉള്ളതും സൗജന്യ ഫീസായിട്ട് അനുവദിച്ചിട്ടുള്ളതുമായ അപേക്ഷകൾ, ഫോം 6 സബ്മിറ്റ് ചെയ്ത അപേക്ഷകർക്ക് ഉടനെ ഒരു അദാലത്ത്. അതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ അപേക്ഷ നിങ്ങൾ സ്വീകരിച്ച് ലൈക്ക് ബട്ടൺ അമർത്താനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്താനും സബ്സ്ക്രിപ്ഷൻ ചെയ്യാനും കൂടി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ലൈക്ക് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എൻ്റെ നിയമപരമായ വീഡിയോകളാണ് കൂടുതലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് എൻ്റെ ടാർഗറ്റിനനുസരിച്ച് ലൈക്ക് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം കൺസർവേഷൻ ഓഫ് പാടി ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008 ആണ്. കാര്യം 2008 ഈ നിയമം പാസ്സാക്കിയപ്പോൾ പല ആളുകളും ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. നെൽവയൽ നികത്തിയും തണ്ണീർത്തടം നികത്തിയൊക്കെ ഒരുപാട് പേര് വീട് വെക്കുകയും മറ്റു തരത്തിലുള്ള പുരയിടമാക്കി ഉപയോഗിക്കുകയും മറ്റുമുണ്ടായി. അപ്പോൾ ഗവൺമെൻറ് അവർക്കൊരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അവരെ നിർത്തിക്കൊണ്ട് ടാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റെഗുലറൈസ് ചെയ്യാനായിട്ടൊരു അവസരം ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുകയായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് നമ്മൾ ആർ ഡി ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ അതിന് ഒരു സഹായമെന്ന രീതിയിൽ ഗവൺമെൻറ് എത്ര വേഗം ഈ അപേക്ഷകൾ തീർപ്പാക്കണം. അതിനായിട്ട് ഗവൺമെൻറ് സബ് കളക്ടറെ ഉൾപ്പെടുത്തിക്കൊണ്ട് സബ് കളക്ടറിനെ കൂടി ഉൾപ്പെടുത്തി അപേക്ഷകളിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് ബില്ലാക്കി പാസ്സാക്കാനുള്ളൊരു തീരുമാനത്തിലായിരുന്നു. എന്നാൽ ഗവർണർ ആ ബില്ലിൻ്റെ മുകളിൽ കയറി അടയിരുന്നത് കൊണ്ട് ആ നിയമം അങ്ങനെ ഫ്രീസായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പുതിയൊരു തീരുമാനമെടുത്തു. സ്പെഷ്യൽ അദാലത്ത് നടത്തുക എന്നുള്ളത്. ഇങ്ങനെയുള്ള അപേക്ഷകൾ റെഗുലറൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടി 25 സെൻറ്റിൽ താഴെയുള്ള ഫീസ് അടക്കേണ്ടതില്ലാത്ത അപേക്ഷകൾ, ഫോം 6 സബ്മിറ്റ് ചെയ്ത അപേക്ഷകൾ, അത് തന്നെ 1,26,000 അപേക്ഷകൾ അത് തന്നെയുണ്ട് കേരളത്തിലൊട്ടാകായിട്ട്. അപ്പോൾ ഇതെല്ലാം ഈ 1,26,000 അപേക്ഷ, അതായത് 2023 ഡിസംബർ 31 വരെ അപേക്ഷ സമർപ്പിച്ച ഫോം 6 സബ്മിറ്റ് ചെയ്തിട്ട് 25 സെൻറ്റ് വിസ്തീർണത്തിൽ താഴെ ഫീസ് അടക്കേണ്ടതായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ളത് അപേക്ഷകളിലാണ് ഈ അദാലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഫീസ് അടക്കേണ്ടതും മറ്റൊന്നും ഈ അദാലത്തിലേക്ക് വരില്ല. 25 സെൻറ്റ് വിസ്തീർണത്തിൽ താഴെയുള്ളത് അത് മാത്രമാണ് ഈ അദാലത്തിലേക്ക് വരുന്നത്. ഈ 31-ാം തീയതി വരെ അപേക്ഷിച്ച ഫോമുകളെല്ലാം ഈ സ്പെഷ്യൽ അദാലത്ത് വഴി തീർപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരം ഈ 1,26,000 അപേക്ഷയിൽ നിന്ന് ഗവൺമെൻറ് ഒരു കാര്യം കൂടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ സൗജന്യം 25 സെൻറ്റിൽ താഴെയുള്ളതും സൗജന്യത്തിന് അർഹമായ അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മുമ്പ്, അതായത് 2008 മുമ്പ് ഇപ്പോൾ പലരുടെ കയ്യിലും 10 സെൻറ്റ് 5 സെൻറ്റൊക്കെ ആയിരിക്കും. പക്ഷേ വിൽപ്പനയിലൂടെയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറ്റ് ഭാഗാധാരങ്ങൾ, ഇങ്ങനെയുള്ള സക്സഷൻ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃസ്വത്തുക്കളിൽ ലഭിച്ചവർക്കുള്ള അപേക്ഷകളിലൊക്കെ അതിലൊക്കെ ചിലപ്പോൾ 50 സെൻറ്റ് 100 സെൻറ്റൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വിഭജിച്ച് 10 സെൻറ്റ് 15 സെൻറ്റ്. പക്ഷേ അങ്ങനെയുള്ള അപേക്ഷകൾക്ക് കിട്ടില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ അത്
പ്രത്യേകം നിങ്ങൾ കൊടുത്തിരിക്കുന്ന രേഖകളും ആധാരങ്ങളൊക്കെ വെച്ച് വിലയിരുത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെ ഇപ്പം നിങ്ങൾ 50 സെൻറ്റിൽ നിന്ന് ഒരാളെ 10 സെൻറ്റ് വാങ്ങിച്ചു. അപ്പോൾ അത് 25 സെൻറ്റിന് മേലെയായിട്ട് മാത്രമേ കണക്കാക്കുകയുള്ളൂ ഗവൺമെൻറ്. അപ്പോൾ അത് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസം അദാലത്തുണ്ടാവും എന്നുള്ളൊരു പ്രഖ്യാപനം വന്നെങ്കിലും ഒരു തീയതി ഗവൺമെൻറ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഗവൺമെൻറ് മിനിസ്റ്റർ രാജുവിൻ്റെ നേതൃത്വത്തിൽ കൂടുകയും സെക്രട്ടേറിയറ്റിൽ അത് കൂടുകയും അതിലൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം, അതായത് 2024 ജനുവരി 16 മുതൽ ഫെബ്രുവരി 27 വരെയുള്ള തീയതികളിലാണ് ഈ അദാലത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അപേക്ഷ വെച്ചിട്ട് 25 സെൻറ്റിൽ താഴെ അപേക്ഷ വെച്ച് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പേര് ഇതൊരു സന്തോഷ വാർത്തയായിരിക്കും. കാരണം വർഷങ്ങളായിട്ട് പലരും ഇങ്ങനെ ഈ ഭൂമി കൺവേർട്ട് ചെയ്തിട്ട് വേണം പലർക്കും വീട് വിൽക്കാനുള്ളതും പലരും മക്കളെ കെട്ടിക്കാനായിട്ട് ലോൺ എടുക്കാനും വീട് വെക്കാൻ ലോണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഇത് നിലം പുരയിടമാക്കി മാറ്റേണ്ടതായിട്ട് ആവശ്യക്കാരാണ് പലരും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഈ 16-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നടക്കുന്ന അദാലത്തിൽ ആ അപേക്ഷകളിലെല്ലാം തീർപ്പുണ്ടാക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. അതിൽ എത്രത്തോളം ഇത്രയും അപേക്ഷകളാണ്. അതിലാദ്യത്തെ അദാലത്ത് അടൂർ RDO ഡിവിഷനിൽ നടക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. പിന്നീടുള്ള ബാക്കിയുള്ള മൊത്തം 27 റവന്യൂ ഡിവിഷണൽ ഓഫീസുകളാണുള്ളത്. അപ്പോൾ ഈ ബാക്കിയുള്ള 26 ഡിവിഷനിലേക്കുള്ള അദാലത്തുകൾ ഈ പറഞ്ഞ ഡേറ്റിലായിട്ട് നടക്കും. അതിൻ്റെ കൺഫേം ഡേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്നതേ ഉള്ളൂ. അതിനു വേണ്ട എല്ലാ സെറ്റപ്പുകളും ഒരുക്കാനായിട്ട് അതിനുവേണ്ട ഉദ്യോഗസ്ഥന്മാർ, ജൂനിയർ സൂപ്രണ്ട്, ക്ലർക്ക്, വില്ലേജ് അസിസ്റ്റൻ്റ്, അങ്ങനെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥന്മാരും 1000-ൽ പരം ഉദ്യോഗസ്ഥന്മാർ എല്ലാ വില്ലേജിലും എല്ലാ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലും ഒരുക്കി നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കളക്ടർക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയതിനു ശേഷം മറ്റുള്ള RDO റവന്യൂ ഡിവിഷനിലേക്ക് ഉള്ള ഡേറ്റുകൾ ഗവൺമെൻറ് പുറത്തു വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് പുറകെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യം ഇത് എന്തുകൊണ്ടും സാധാരണക്കാർക്ക് അനുഗ്രഹമായി തീരുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ എത്രയും വേഗം എത്തിക്കുന്നത്. അപ്പോൾ ഡിസംബർ 31 വരെ അപേക്ഷ വെക്കുന്നവരുടെ അപേക്ഷ മാത്രമേ വരുള്ളൂ. അതിനുശേഷം വരുന്നവരുടെ അപേക്ഷ പരിഗണിക്കില്ല. അതും കൂടി ഓർത്തിരിക്കുക. ജനുവരി 16 മുതൽ ഫെബ്രുവരി 27 വരെ, അതായത് 2024 ജനുവരി 16 മുതൽ ഫെബ്രുവരി 27 വരെയാണ് ഈ സ്പെഷ്യൽ അദാലത്ത് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത്. അപേക്ഷ സമർപ്പിച്ചവർക്കെല്ലാം അതാത് RDO ഓഫീസുകളിൽ നിങ്ങളുടെ RDO ഓഫീസുകളായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ പല RDO ഡിവിഷനുകളിലും ഓരോരോ ഡേറ്റുകളിലായിട്ടായിരിക്കും ഈ അദാലത്ത് നടക്കുന്നത്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഈ പ്രാവശ്യം എന്തായാലും ഈ അദാലത്തിലൂടെ ഈ പറഞ്ഞ ഒട്ടുമിക്ക അപേക്ഷകളും തീർപ്പാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീർപ്പ് ഗവൺമെൻറ് എത്രയും വേഗം എത്തിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയോട് ചെയ്യുകയാണ്. നിങ്ങളും അതിനായിട്ട് നിരന്തരം നിങ്ങളുടെ ഓഫീസുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അറിയിപ്പ് പോസ്റ്റ് കാർഡിലോ എല്ലാം വരുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID-യിലോ മറ്റോ ഗവൺമെൻറ് വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്കത് വരുന്നതുമായിരിക്കും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ ഡേറ്റ് നിങ്ങൾക്ക് വരുന്ന ഡേറ്റ് ചിലപ്പോൾ ഈ പറഞ്ഞ 16-നും 27-നുള്ള ഇടയിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും നിങ്ങളുടെ RDO അവിടെ അദാലത്ത് വെക്കുന്നത്. അപ്പോൾ ആ RDO ഓഫീസുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള നിയമപരമായിട്ടുള്ള വീഡിയോകൾ ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഒരുപാട് നിയമങ്ങളുടെ വീഡിയോ, അതായത് ബിൽഡിംഗ് ആക്ട് പ്രകാരമുള്ള, മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരമുള്ള ബിൽഡിംഗ് പെർമിറ്റ്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഓക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റ്,
ഇതൊക്കെ ഇതിനൊക്കെ പറ്റിയുള്ള വീഡിയോകൾ ഞാൻ എൻ്റെ ഈ ചാനൽ ഹമീദ് മാമുവിൻ്റെ എൻ്റെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വേണ്ടവർ കയറി കാണുക. ആ വക കാര്യങ്ങളിൽ നിയമപരമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ വക കാര്യങ്ങൾ അറിയേണ്ടതാണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.